അധ്യാപകർ വിദ്യാർത്ഥികളെ തിരുത്താൻ വേണ്ടി ചൂരൽ കൊണ്ടടിക്കുന്നത് കുറ്റകരമല്ലെന്ന് കേരള ഹൈക്കോടതി വിധിച്ചു. കാരണം വടക്കാഞ്ചേരി UP സ്കൂളിൽ 3 കുട്ടികൾ തമ്മിൽ തുപ്പുകയും അവർ പൈപ്പ് കൊണ്ട് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചപ്പോൾ അധ്യാപകൻ ആ വിദ്യാർത്ഥികളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി അവരുടെ കാലിനിട്ട് ചൂരൽ കൊണ്ടടിച്ചു. അതിൽ ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവ്, 3 കുട്ടികളുണ്ടായിരുന്നു, അതിലൊരു വിദ്യാർത്ഥികളുടെ രക്ഷിതാവ് മാത്രം വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ പേരിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം പോലീസുകാർ കേസെടുത്തു. എങ്കിൽ പോലീസുകാർ കേസെടുക്കുമ്പോൾ ഒരു അധ്യാപകൻ എന്താണ് ചെയ്തതെന്ന് സാമാന്യ ബോധത്തോടു കൂടി ആ പോലീസുകാരൻ ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഈ പ്രശ്നം ഉണ്ടാകത്തില്ല. അദ്ദേഹം ജുവനൈൽ ജസ്റ്റിസ് ആക്ട് വരെ കേസെടുക്കുക എന്ന് പറഞ്ഞാൽ അത് 3 വർഷം തൊട്ട് 7 വർഷം വരെയാണ് അതിൻ്റെ തടവ്. അപ്പോൾ അത്ര ഗൗരവമുള്ളതാണ്. കുട്ടികളെ ക്രൂരമായി മർദ്ദിക്കുന്നവരുടെ പേരിലാണ് എടുക്കേണ്ടത്. കാരണം രക്ഷിതാക്കൾ വിദ്യാർത്ഥികളെ സ്കൂളിൽ കൊണ്ടുവരുമ്പോൾ അധ്യാപകർക്ക് അവരെ തിരുത്താനുള്ള അവകാശമുണ്ടെന്ന് രക്ഷിതാക്കൾക്കറിയാം. അതുകൊണ്ടാണ് വിദ്യാർത്ഥികളെ സ്കൂളിൽ അയക്കുന്നത് എന്നാണ് കോടതി പറഞ്ഞത്. അതിന് ഇത്രയും അധ്യാപകന് തിരുത്താനുള്ള അവകാശം ഉണ്ടായിട്ടും അധ്യാപകൻ്റെ പേരിൽ പരാതി കൊടുത്ത് രക്ഷിതാവിൻ്റെ പ്രവൃത്തി ദൗർഭാഗ്യകരമാണെന്നാണ് കോടതി പറഞ്ഞത്. അതുകൊണ്ട് അധ്യാപകർ രക്ഷിതാക്കളെ തിരുത്താൻ വേണ്ടി ചൂരൽ പ്രയോഗം നടത്തുന്നത് കുറ്റകരമല്ല എന്ന് കണ്ട് ഈ അധ്യാപകനെതിരെ 2019 എടുത്ത കേസ് 2025 ഹൈക്കോടതിയിൽ കോഷ് ചെയ്യാൻ ഈ അധ്യാപകൻ ചെന്നപ്പോൾ ആണ് കോടതി ഈ അഭിപ്രായപ്പെട്ടത്. കാരണം ഇത് കുറ്റകരമല്ലെന്നും കോടതി ഈ കേസ് ക്വാഷ് ചെയ്തു, റദ്ദ് ചെയ്യുകയും ചെയ്തു. താങ്ക് യു.